ഇന്നൊരു വെറൈറ്റി സ്ലീവ് ചെയ്താലോ. അതിനായിട്ട് ഞാൻ 10 ഇഞ്ച് ലെങ്ത്തും 10.5 ഇഞ്ച് വീതിയും വരുന്നൊരു പീസ് എടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ വരച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ആദ്യമേ തന്നെ സ്ലീവിൻ്റെ മടക്ക് ഭാഗം വന്ന സ്ഥലം 2 ഇഞ്ച് അടയാളപ്പെടുത്തി മാറ്റുക. അതിനുശേഷം എനിക്ക് വേണ്ട സ്ലീവിന് കൈക്കുഴി അളന്ന് നോക്കാൻ നേരത്ത് 10.5 വന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്ലീവ് കൈക്കുഴി ഷേപ്പ് ഇത് വെച്ച് നമ്മൾ സ്ലീവ് അടയാളപ്പെടുത്തി തയ്യൽ തുമ്പും ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് തയ്ക്കുമ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗം ഞാൻ കാണിച്ചു തരാം. സ്ലീവ് ചെയ്യാൻ വേണ്ടി കൈയുടെ സെൻറ്ററിൽ നിന്ന് 2.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. അതിനുശേഷം 2 വശം ഈ വശത്തേക്ക് 1.5 ഇഞ്ചും ഇപ്പുറത്തെ വശത്തേക്കും 1.5 ഇഞ്ചും അടയാളപ്പെടുത്തുക. അങ്ങനെ 1.5 ഇഞ്ച് സ്ലീവിൻ്റെ സെൻറ്ററിൽ നിന്ന് വരച്ചിട്ടിട്ടുണ്ട്. അതിനുശേഷം ഈ 1.5 ഇഞ്ച് നമ്മൾ വരച്ചെടുത്ത് ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ച് അതിൻ്റെ മേല് പതിച്ചടിച്ചെടുക്കുക. അതിനുശേഷം അടുത്ത വശവും അതുപോലെ തന്നെ എടുത്ത് പതിച്ചടിക്കുക. അത് പതിച്ചടിച്ചതിന് ശേഷം ഇങ്ങനെ കിട്ടും. അപ്പോൾ നമുക്കൊരു വെറൈറ്റി സ്ലീവ് ആയില്ലേ. ഇപ്പോൾ തയ്ച്ചടിയുടെ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ സ്ലീവ്. അപ്പോൾ അടിപൊളിയായിട്ടില്ലേ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. സിമ്പിളുമാണ്, പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയൊരു സ്ലീവാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഇവിടെ നമുക്ക് ബീഡ്സ് എന്തെങ്കിലുമൊക്കെ ഇവിടെ ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒട്ടിച്ചു കൊടുത്താൽ അടിപൊളിയായിട്ടിരിക്കും. അല്ലെങ്കിൽ ചെറിയ കുഞ്ഞ് ഫ്ലവർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ വെച്ച് കൊടുത്താൽ നല്ല അടിപൊളിയായിരിക്കും. ഓക്കേ.